ഇന്നത്തേത് നമ്മുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. ശരിക്കും ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡാണിത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ട്രൈ ചെയ്യണം തോന്നുന്ന അടിപൊളി ആയിട്ടാണ്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും അളവിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം 2 പേർക്കൊക്കെ കഴിക്കാനുള്ള പാകത്തിൽ റെഡിയായി കിട്ടും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മുട്ടയുടെ മഞ്ഞയും അതുപോലെ വെള്ളയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കൈ വെച്ചിട്ട് തന്നെയാണ് രണ്ടും വേർതിരിച്ചെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ സാധാരണ ബോട്ടിൽ വെച്ചിട്ട് രണ്ടും സെപ്പറേറ്റ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു രീതി വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണെങ്കിലും മുട്ടയുടെ മഞ്ഞയും അതുപോലെ വെള്ളയും 2 ബൗളിനകത്തോട്ടേക്കായിട്ട് നമ്മൾ ഇതുപോലെ മാറ്റി കൊടുക്കണം. ഇനി മുട്ടയുടെ മഞ്ഞയിലോട്ടേക്ക് ഒരിത്തിരി മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം നന്നായിട്ട് ഉടഞ്ഞ് വരുന്ന രീതിയിൽ നല്ല പാകത്തിന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നുകിൽ വിസ്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്പൂൺ, ഫോർക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒത്തിരി സമയം നമ്മൾ അടിച്ച് പതപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. ഇനി അടുത്തതായിട്ട് മുട്ടയുടെ വെള്ളയിലോട്ടേക്കും ഒരിത്തിരി ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് രണ്ടും അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ബേക്കിംഗ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ട്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും പൈപ്പിംഗ് ബാഗ് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം സാൻഡ്വിച്ച് ബാഗോ അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും നല്ല ക്ലീൻ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവറോ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി നമ്മൾ ഓരോ കവറിനകത്തായിട്ട് ഒന്ന് മുട്ടയുടെ മഞ്ഞയും ഒന്ന് മുട്ടയുടെ വെള്ളയും ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും അടിയിലുള്ള ഭാഗം നന്നായിട്ടൊന്ന് കെട്ടി വെച്ചാൽ മതി കേട്ടോ. അടുത്തതായിട്ട് എണ്ണ ചൂടാക്കിയെടുക്കാം. എണ്ണ ഇത്രയും അളവിൽ വേണ്ട കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു വേറെ റെസിപ്പിക്ക് വേണ്ടി എണ്ണ ചൂടാക്കി എടുത്തിട്ടുള്ളതുകൊണ്ട് ഇത്രയും എണ്ണ ഈ ഒരു ചീനച്ചട്ടിയിലുള്ളത്. അപ്പോൾ നിങ്ങൾ പാനിലൊക്കെ കുറഞ്ഞ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഏറ്റവും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്. ഏറ്റവും ചെറു തീയിലിട്ട് എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ. കുറച്ച് ഒഴിച്ച് ഒന്ന് കുക്കായി വരുമ്പം അടുത്ത ഭാഗം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു കുറഞ്ഞ സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് നല്ലതുപോലെ, മുട്ടയുടെ മഞ്ഞയാണെങ്കിൽ നല്ലതുപോലെ മൊരിഞ്ഞ് നമ്മൾ തവി കൊണ്ട് തൊട്ട് നോക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നല്ല ക്രിസ്പി ആയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ കുറഞ്ഞ സെക്കൻഡിനുള്ളിൽ തന്നെ അത് റെഡിയായി കിട്ടും. അപ്പോൾ അത് നമുക്ക് എടുത്തിട്ട് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലോട്ടേക്ക് അടുത്തതായിട്ട് മുട്ടയുടെ വെള്ളയാണ് ചേർക്കുന്നത്. അപ്പോൾ അതും നമുക്കിതുപോലെ ചുറ്റിച്ചിട്ട് ചേർക്കാം. അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. രണ്ടും ഒന്നുകിൽ ടിഷ്യൂ പേപ്പറിനകത്തോട്ടേക്കോ അല്ലെങ്കിൽ കോട്ടൺ തുണിക്കകത്തോട്ടേക്കോ ഇട്ട് കൊടുത്തിട്ട് അധികം വരുന്ന എണ്ണ നമ്മളൊന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടി നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു ഡിഷ് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഒരു പാൻ വെച്ച് അത് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ മുട്ട വറുക്കാനെടുത്ത എണ്ണയിൽ നിന്നും ഒരു 2 ടീസ്പൂൺ അളവിൽ എണ്ണ എടുക്കാം. ഈ എണ്ണയിലോട്ടേക്ക് നമുക്ക് ഒരു 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ആ ഒരു ഫ്ലേവർ കറക്റ്റ് എണ്ണയിൽ കിട്ടുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഡിഷ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ മുഴുവൻ കാര്യങ്ങളും ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ നൂഡിൽസൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന അതേ രീതി തന്നെ. ഇനി ഇതിലോട്ടേക്ക് ഒരു ചെറിയ സവാളയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ക്യാരറ്റ് ചേർക്കുന്നുണ്ട്, അതുപോലെ കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് തക്കാളി. അതൊക്കെ നിങ്ങൾ എത്ര അളവിലാണോ തയ്യാറാക്കിയെടുക്കുന്നത് അതിനനുസരിച്ച് ഉപയോഗിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, പച്ചക്കറികൾ ഒരിക്കലും ഓവറായിട്ട് കുക്ക് ചെയ്യരുത്. ജസ്റ്റ് ഒരു 2 മിനിറ്റ് മാത്രമേ നമ്മളിത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 2-3 പച്ചമുളക് ചേർത്തിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരി ചേർക്കാം. വിനാഗിരി നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നാണെങ്കിൽ അതിന് പകരം ചെറുനാരങ്ങയുടെ നീര് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് 2 ടീസ്പൂൺ അളവിൽ ചില്ലി സോസ്, അതുപോലെ 2 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. സോസ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പച്ചക്കറികളും സോസും ഒക്കെ നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം മാത്രം ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയും അതുപോലെ മുട്ടയുടെ മഞ്ഞയും ഇട്ട് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞ ഇങ്ങനെ നന്നായിട്ട് ക്രിസ്പി ആയിട്ടായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അത് കൈ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മുട്ടമാലയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന രീതി തന്നെയാണ്. പക്ഷേ ഇതൊരു സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ എല്ലാം നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സോസോ അതല്ലെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യണം, അപ്പോഴാണ് കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ്. ഒരൊറ്റ തവണ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കും. കാരണം ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്ര നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.